ഓം ശാന്തി. 1/6/2022। बाबा कहते, मीठे बच्चे सदा ईश्वरीय सेवा में बिजी रहो तो बाप से लव बढ़ता जाएगा, खुशी का पारा चढ़ा रहेगा. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, സദാ ഈശ്വരീയ സേവനത്തിൽ ബിസി ആയിരിക്കൂ. സദാ ഈശ്വരീയ സേവനത്തിൽ ബിസി ആയിരിക്കൂ. അപ്പോൾ ബാബയോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. സന്തോഷം ഉള്ളിൽ നിറഞ്ഞു തുളുമ്പും. ഉള്ളിൽ സന്തോഷം നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ബാബ പറഞ്ഞത്, മധുരമായ കുട്ടികളെ, സദാ ഈശ്വരീയ സേവയിൽ ബിസി ആയിരിക്കും. അപ്പോൾ ബാബയോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഉള്ളിൽ സന്തോഷം നിറഞ്ഞുകൊണ്ടിരിക്കും. ചോദ്യം, नजर से निहाल होने वाले बच्चों की दिल में कौन सी खुशी रहती है? ബാബയുടെ ദൃഷ്ടിയിലൂടെ ആകർഷിതരാകുന്ന കുട്ടികൾക്ക് ഹൃദയത്തിൽ ഏതൊരു സന്തോഷം ഉണ്ടായിരിക്കും? ബാബയുടെ കടാക്ഷത്തിലൂടെ ദൃഷ്ടിയിലൂടെ ആകർഷിതരായിരിക്കുന്ന കുട്ടികൾക്ക് ഹൃദയത്തിൽ ഏതൊരു സന്തോഷം ഉണ്ടായിരിക്കും? ബാബ പറയുന്നു, ഉൻകെ ദിൽ മേ സ്വർഗ കി ബാദശാഹി കി ഖുഷി രഹതി ഹൈ. ആ കുട്ടികളുടെ ഹൃദയത്തില് സ്വർഗത്തിന്റെ രാജ്യഭാഗ്യത്തിന്റെ സന്തോഷം ഉണ്ടായിരിക്കും. ക്യോങ്കി ബാക്കി നസർ മിലി അർത്ഥാത് വർഷയ്ക്ക് അധികാരി ബന്നി. അല്ലെ, ബാബയുടെ ദൃഷ്ടി പതിഞ്ഞു എന്ന് പറഞ്ഞാൽ ബാബയുടെ സ്വത്തിന്റെ അധികാരിയായി മാറി. ബാബ് മേ സബ് സമായ ഹുവാ ഹൈ. ബാബയിൽ എല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ബാബയുടെ ദൃഷ്ടിയിലൂടെ ആകർഷിതരാകുന്ന കുട്ടികൾക്ക് ഏതൊരു സന്തോഷമാണ് ഉണ്ടാകുക? ഹൃദയത്തില് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവിയുടെ സന്തോഷം ഉണ്ടായിരിക്കും. അല്ലെ, ബാബയുടെ ദൃഷ്ടി പതിഞ്ഞു എന്ന് പറഞ്ഞാൽ കുട്ടികള് അല്ലെ ബാബയുടേതായി, സ്വത്തിന്റെ അധികാരിയായി. ബാബയില് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അല്ലെ, ആത്മാവിന് വേണ്ടതെല്ലാം പരമാത്മാവിൽ നിന്ന് ലഭിക്കുന്നു. ചോദ്യം, बाप बच्चों को रोज भिन्न भिन्न ढंग से नई पॉइंट्स क्यों सुनाते हैं? ബാബ കുട്ടികൾക്ക് ദിവസവും വ്യത്യസ്തമായ രീതികളിൽ പുതിയ പോയിന്റുകൾ എന്തുകൊണ്ടാണ് കേൾപ്പിക്കുന്നത്? വീണ്ടും ഒരു ചോദ്യമാണ്. ബാബ കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ പുതിയ പുതിയ ജ്ഞാന ബിന്ദുക്കൾ എന്തൊക്കെയാണ് കേൾപ്പിക്കുന്നത്? അല്ലെ, വ്യത്യസ്തമായ രീതിയിലൂടെ ബാബ പുതിയ പുതിയ പോയിന്റുകൾ അല്ലെ നമുക്ക് ശരിക്കും ബാബയുടെ ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ബാബയ്ക്ക് നമുക്ക് കുറച്ചേ നൽകാനുള്ളൂ. അതിലൂടെ നമുക്ക് പൂർണ്ണതയിൽ എത്തണം. കാരണം ഒരുപാട് ബാബയ്ക്ക് നമുക്ക് നൽകേണ്ടി വരുന്നില്ല. പക്ഷെ ബാബ അല്ലെ നമുക്ക് നമ്മളായി തീരേണ്ട ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആത്മസ്ഥിതിയിലേക്ക് നമുക്ക് എത്തണം. മാലാഖയാകണം, ദേവതയാകണം. അപ്പൊ അതിനെല്ലാം വേണ്ടി ബാബ പോയിന്റുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലെ, അതെന്തുകൊണ്ടാണ് ബാബ അങ്ങനെ കേൾപ്പിക്കുന്നത്? क्योंकि बच्चों की अनेक जन्मों की दिल पूरी करनी है. എന്തിനാണ് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൂടെ? അല്ലെ, അമ്മ നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കി തരും, പുട്ടുണ്ടാക്കി തരും, പാലപ്പുണ്ടാക്കി തരും, ഇടിയപ്പം ഉണ്ടാക്കി തരും. അല്ലെ, അപ്പൊ ആ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി തരുന്ന പോലെ ബാബയും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ജ്ഞാന ബിന്ദുക്കൾ അല്ലെ നൽകുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? അനേക ജന്മങ്ങളിലെ നമ്മുടെ ഹൃദയത്തിന്റെ ആശ പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, നമ്മുടെ മനസ്സ് നിറയ്ക്കണ്ടേ? അനേക ജന്മങ്ങളിലേക്ക് വേണ്ടി നിറച്ചു തരികയാണ്. ബच्चे बाप द्वारा नई नई पॉइंट सुनते हैं तो बाप के प्रति लव बढ़ता जाता है. കുട്ടികള് അച്ഛനിലൂടെ പുതിയ പുതിയ പോയിന്റുകൾ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് അച്ഛനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെ ഈ ജ്ഞാനം കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെ കുട്ടികളുടെ ഉള്ളില് അത്രയും ബാബയോടുള്ള സ്നേഹവും വർദ്ധിക്കും. ഗീതം
തൂനെ രാത്ത് ഗവായി സോക്കെ. ഗീതമാണ്. രാത്രി മുഴുവൻ ഉറങ്ങിത്തീർത്തു, പകല് മുഴുവൻ കഴിച്ചും തീർത്തു. ഓം ശാന്തി. बच्चे बैठे हैं नजर लगाकर, बाप भी देख रहे हैं आत्मा को और इस शरीर को. കുട്ടികള് അല്ലേ ബാബയെ നോക്കിക്കൊണ്ട് ബാബയുടെ ദൃഷ്ടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാബയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ബാബ ആത്മാക്കളെ നോക്കുന്നു അല്ലെ, ഈ ശരീരത്തെയും കാണുന്നുണ്ട്. ബച്ചേ ബി ദേഖ് രഹേ ഹി അല്ലെ. കുട്ടികൾ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ബാബയെ കാണാൻ പോകുമ്പോഴും അങ്ങനെയല്ലേ അല്ലെ. നമ്മളെല്ലാവരും ബാബയുടെ മുഖത്തേക്ക്, ബാബയിലേക്ക്, കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ബാബയും എല്ലാ കുട്ടികളെയും നോക്കും. ദേഖ്നെ മേ മജ ആത്താ ഹൈ വ സുൻനെ മേ മജ ആത്താ ഹൈ. ബാബയെ കണ്ടുകൊണ്ടിരിക്കാനാണോ കുട്ടികൾക്ക് ഇഷ്ടം, അതോ ബാബയുടെ മുരളി കേൾക്കുന്നതിലാണോ ആനന്ദം? ബാബയുടെ മുരളി കേൾക്കുമ്പോൾ കുട്ടികൾക്ക് അത്രയും ആനന്ദം ഉണ്ടാകും അല്ലെ, ലഹരി ഉണ്ടാകും. ക്യോങ്കി സുന്നത്ത് ബഹുത് ഹുവ അല്ലെ. നമ്മള് ഒരുപാട് എന്ന് ബാബയുടെ കുട്ടിയായോ അന്ന് മുതല് നമ്മള് ബാബയുടെ മുരളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുത് ഹി ജ്ഞാൻ ആദി ഡേർ കാ ഡേർ സുന. ഒരുപാട് ജ്ഞാനം നമ്മള് നിറയെ കേട്ട് കഴിഞ്ഞു. തും നമ്പർ 1 ഭഗത്, തുമ്നെ ഹി ജാസ്തി ഭക്തി കി. ബാബ പറയാണ്, ബാബയുടെ മക്കളാണ് നമ്പർ 1 ഭക്തരായിരുന്നത്. ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്തതും ബാബയുടെ കുട്ടികളാണ്. ബഹുത് ഹി ജ്ഞാൻ ആദി ഡേർ കെ ഡേർ സുന. വേദശാസ്ത്ര ഗ്രന്ഥ ഗീത ഗായത്രി ജപ് തബ് ആദി സബ് പഠേ കിയേ ബഹുത് സുനത്തെ ഹേ. നമ്മൾ അത്രമാത്രം ഭക്തി ചെയ്തു, വേദശാസ്ത്രങ്ങളെല്ലാം കേട്ടു അല്ലെ. മറ്റ് ഉപനിഷത്തുക്കളും മറ്റ് ഗ്രന്ഥങ്ങളും ഗീതയും ഗായത്രി മന്ത്രവും ഒക്കെ ജപിച്ച് അല്ലെ. അങ്ങനെ ഭക്തിയിൽ നമ്മൾ ഒരുപാട് പഠിച്ചു, ഒരുപാട് ജപിച്ചു അല്ലെ, ഒരുപാട് ഭക്തി ചെയ്തു, പൂജകളൊക്കെ ചെയ്തു. ബഹുത് സുനത്തെ ഹേ. അപ്പൊ ഭക്തിയിൽ നമുക്ക് എന്തായിരുന്നു പരിപാടി? നമ്മൾ നിറയെ കേട്ടുകൊണ്ടിരുന്നു, പഠിച്ചു, വായിച്ചു, കേട്ടു. സംജാത്തെ ഹേ കബ് സെ ലേക്കർ യേ സുനേ. എത്ര കാലമായി മക്കളെ നിങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട്? ബാബ ചോദിക്കുകയാണ്, എത്ര കാലങ്ങളായി കേൾക്കാൻ തുടങ്ങി? ജബ്സെ യേ നിക്കലേ ഹേ ബഹുത് സുന, ബാക്കി ബാബ് സെ നസർ മിലാന സോ അബി ഹി ഹോത്താ ഹേ. അപ്പൊ എപ്പോഴാണോ ഭക്തി ആരംഭിച്ചത് അപ്പൊ മുതൽ നമ്മള് ധാരാളം കേട്ട് കഴിഞ്ഞു അല്ലെ. എപ്പോഴാണോ ബാബ ഈ സൃഷ്ടിയിലേക്ക് വന്നത് അല്ലെ, ആ ബാബയുടെ കടാക്ഷം നമ്മളിൽ പതിഞ്ഞത്, അത് ഇപ്പോഴാണ്. നസർസെ നിഹാൽ ഹോത്തെ ഹി. ബാബയുടെ ദൃഷ്ടിയിലൂടെ നമ്മൾ ബാബയിലേക്ക് ആകർഷിതരാക്കാണ് അല്ലെ. ബാബയുടെ ദൃഷ്ടി പതിഞ്ഞപ്പോഴേക്കും ആത്മാവ് പരമാത്മാവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. तो ये एक श्लोक भी है, नजर से निहार स्वामी किंदा सद्गुरु അല്ലെ. അതായത് ആ ഒരു കടാക്ഷത്തിലൂടെ ആകർഷിതരാകുന്ന അല്ലെ, ഇങ്ങനെ പറയുന്നുണ്ട് സ്വാമി സദ്ഗുരു. അപ്പൊ ശിവബാബ പറയാണ്, ആ സദ്ഗുരുവിന്റെ അടുക്കിലേക്ക്, സ്വാമിയുടെ അടുക്കിലേക്കാണ് എല്ലാ ആത്മാക്കളും ആകർഷിക്കപ്പെടുന്നത്. കാരണം ബാബ നമ്മുടെ അച്ഛനാണ്, സദ്ഗുരുവാണ് അല്ലെ, നമ്മുടെ പ്രിയതമനാണ്, പ്രിയതമകളുടെ എല്ലാം സ്വാമിയാണ്. നസർ കെ സാമനെ ബൈഠേ ഹേ, നസർ സേ ഹി ബാപ് കോ ജാനത്തെ ഹേ. നമ്മുടെ കൺമുന്നിലാണ് ബാബ ഇരിക്കുന്നത്. അപ്പൊ കൺമുന്നില് നമ്മള് അല്ലെ ബാബ ഇരിക്കുമ്പോ നമ്മളുടെ കണ്ണുകളിലൂടെയാണ് ബാബയെ അറിയുന്നത്. കി ഉൽസേ ഹംകോ വിശ്വ കാ മാലിക് ബന മിൽത്താ ഹേ. അപ്പൊ ബാബയുടെ സന്മുഖത്തിൽ കുട്ടികൾ ഇരിക്കുമ്പോ അല്ലെ, ബാബയുടെ മേലെ ആ ദൃഷ്ടി പതിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ തിരിച്ചറിയാണ്, ബാബ കുട്ടികൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നു. ബാബു ദേഖ്നെ സെ ദിൽ ഖുശ് ഹോ ജാതി ഹൈ അല്ലെ. ശിവബാബ ബ്രഹ്മാവിൽ വരുമ്പോ കുട്ടികൾക്ക് എന്ത് സന്തോഷാണ്. കാരണം ആത്മാവിനെ തന്റെ അച്ഛനെ കാണുമ്പോഴേക്കും ഹൃദയത്തിൽ അത്രയും സന്തോഷം നിറയുന്നു. ബാബ് സെ ഹി സബ് കുച്ച് മിൽത്താ ഹൈ.
ബാബയിൽ നിന്ന് മാത്രമാണ് കുട്ടികൾക്ക് എല്ലാം ലഭിക്കുന്നത്. ബാപ്മേ ഹി സബ് കുച്ച് സമായ ഹുവാ ഹെ. അല്ലെ, ബാബയിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. ജബ് ബാപ് മില നസർ കെ സാമനെ ബൈഠെ ഹോ. അത് നോക്കൂ, കേൾക്കുന്നു. കാരണം ഇതില് ഇതുണ്ട്, നെറ്റുണ്ട്. तो नजर के सामने बैठे हो तो जरूर बच्चों को स्वर्ग की बादशाही का नशा चढ़ेगा. അപ്പൊ ബാബ പറയാണ്, അല്ലെ, ബാബയെ കിട്ടി, അല്ലെ, ബാബയുടെ ആ കൺമുന്നിൽ നമ്മൾ ഇരിക്കുമ്പോ, കുട്ടികൾ ഇരിക്കുമ്പോ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവിയുടെ ലഹരിയാണ് നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. പെലെ ബാപ് കാ നശ ഫിർ ബേ ബാദ്ഷാഹി കാ നശ. ആദ്യം ബാബ എന്നുള്ള ലഹരി, നമ്മൾ കുട്ടികളുടെ ഉള്ളിലുള്ളത്. പിന്നെ ചക്രവർത്തി പദവിയുടെ ലഹരിയാണ്. ഹം ജാൻതേ ഹേ ഹം കബി ബാപ് കെ സാമനെ ബൈഠേ ഹേ. അല്ലെ, കുട്ടികൾക്ക് അറിയാം നമ്മളിപ്പോൾ ബാബയുടെ സന്മുഖത്തിൽ ഇരിക്കുകയാണ്. ദേഹഭിമാൻ അബ് നിക്കൽ രഹാ ഹേ. ദേഹഭിമാനം നമ്മുടെ ഉള്ളിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. हम आत्मा ये इस शरीर के साथ चक्र लगाते पार्ट बजाते बजाते अब हमारा बाप भी सन्मुख बैठा है. നമ്മൾ ആത്മാക്കൾ ഈ ശരീരത്തിന്റെ കൂടെ, അല്ലെ, ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ പാർട്ട് അഭിനയിച്ച് ഈ കാലചക്രത്തിലൂടെ നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നു. പാർട്ട് അഭിനയിച്ച് ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ബാബയുടെ സന്മുഖത്തിൽ ഇരിക്കുകയാണ്. ബാബ് കെ സാത്ത് ഖുഷി ഹോത്തി ഹേ കി വർസേക്ക്. അല്ലെ, അച്ഛന്റെ സന്മുഖത്തിൽ ഇരിക്കുമ്പോ കുട്ടികളുടെ ഉള്ളിൽ അത്രയും സന്തോഷമുണ്ട്. എന്താ സന്തോഷം? അല്ലെ, ബാബയുടെ അച്ഛന്റെ അടുക്കൽ നിന്ന് കുട്ടികൾക്ക് എന്താ ലഭിക്കുക? സ്വത്ത് ലഭിക്കുന്നു. ബच्चे जब बड़े होते हैं तो बुद्धि में आता है हम बैरिस्टर का, എഞ്ചിനീയർ കാ, ബാദ്ഷാഹ് കാ ബച്ചാ ഹോ. അല്ലെ, കുട്ടികള് മുതിർന്നവരായിട്ട് മാറുമ്പോൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, ഞാൻ ബാരിസ്റ്ററിന്റെ കുട്ടിയാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിന്റെ കുട്ടിയാണ്, അല്ലെങ്കിൽ രാജാവിന്റെ കുട്ടിയാണ്. തുമേ ബാദ്ഷാഹി കാ മാലിക് ഹും. നമ്മൾ എല്ലാവരും ആരാണ്? ചക്രവർത്തി. അപ്പോ അവിടെ എന്താ ഉണ്ടായിരിക്കുക? രാജാവിന്റെ കുട്ടിയാണെങ്കിൽ ഞാൻ ചക്രവർത്തിയുടെ അധികാരിയാണെന്നുള്ള ലഹരി ഉണ്ടായിരിക്കും. യഹാൻ തും ജാൻതേ ഹോ ബാപ് സെ ഹംകോ സ്വർഗ കാ വർഷ മിൽത്താ ഹേ. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അറിയാം, ബാബയിൽ നിന്നും നമുക്ക് സ്വർഗത്തിന്റെ സ്വത്ത് ലഭിക്കുന്നു. ബാപ് കോ ദേഖ്നെ സെ ബച്ചോ കോ സ്ഥായി ഖുഷി ഹോനി ചാഹിയേ. ഇവിടെ ആത്മീയ അച്ഛനെ കാണുമ്പോൾ കുട്ടികൾക്ക്, അല്ലെ, ഉള്ളില് സ്ഥായിയായ സന്തോഷം ഉണ്ടാകണം. ഇസ്കോ റൂഹ്രിഹാൻ കഹാ ജാത്താ ഹേ. അല്ലെ, ഇവിടെ അച്ഛൻ തന്റെ കുട്ടികളുമായിട്ട് സംസാരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ആത്മീയ സംഭാഷണം എന്ന് പറയുന്നത്. ജോ സുപ്രീം ബാപ് ഹേ സബ്കാ യേ ബൈട്ട് ആത്മാവോ സെ ബാത് കർത്തേ ഹേ. സുപ്രീം ഫാദർ ആണ് ബാബ. ബാബ ആത്മാക്കളുടെ കൂടെ സംസാരിക്കുകയാണ്. ആത്മാ ഈ ശരീർ ദ്വാര സുൻതി ഹേ. ആത്മാവ് ഈ ശരീരത്തിലൂടെ കേൾക്കുന്നു. वो एक ही बार ऐसा होता है, बाप को याद करते करते जब वो आते हैं तो नजर मिलाते हैं तो 21 जन्मों के लिए वर्षा दे देते हैं. ബാബ പറയാണ്, ഒരിക്കൽ മാത്രമാണ് ബാബ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. അല്ലെ, കുട്ടികള് ബാബയെ ഓർമ്മിച്ച്, അല്ലെ, നമ്മൾ ഭക്തിയില് ഭഗവാനെ എത്രമാത്രം ഓർമ്മിച്ചവരാണ്. അങ്ങനെ ഭഗവാനെ ഓർമ്മിച്ച് എപ്പോഴാണ് ഭഗവാൻ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്, അപ്പോഴാണ് നമ്മൾ, അല്ലെ, നമ്മുടെ ദൃഷ്ടിയും ബാബയുടെ ദൃഷ്ടിയും
അല്ലെ? പരസ്പരം നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോ 21 ജന്മങ്ങളിലേക്കുള്ള സ്വത്താണ് ബാബ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. തും ബച്ചോക്കോ യാദ്മേ രഹനാ ചായി. ഇവിടെ നമ്മൾ കുട്ടികള് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ബച്ചേ ജോ ഹേ വോ ഭൂൽ ജാത്തെ ഹേ, ഭൂൽനാ നഹീ ചായി. അല്ലെ? ബാബ പറയാണ്, പലപ്പോഴും കുട്ടികൾ എങ്ങനെയാണ്? ബാബയെ മറന്നു പോകുന്നു. ബാബ പറയാണ്, കുട്ടികൾ ബാബയെ മറക്കാൻ പാടില്ല. बाबा की नजर के सामने होने से ही समझते हैं हम बाबा के साथ बैठे हैं. അല്ലെ? ബാബയുടെ കണ്ണുകൾക്ക് മുന്നിൽ നമ്മൾ ഇരിക്കുന്നതിലൂടെയാണ് നമ്മൾ ബാബയുടെ കൂടെ ഇരിക്കുകയാണ് എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അല്ലെ? ബാബയുടെ ആ സന്മുഖത്തിൽ ഇരിക്കുമ്പോഴാണ്. तो बाबा को देखने से खुशी का पारा चढ़ता है. അല്ലെ? ബാബയെ കാണുമ്പോൾ കുട്ടികളുടെ ഉള്ളില് സന്തോഷത്തിന്റെ വേലിയേറ്റം ഉണ്ടാകുന്നു. ഉള്ളിൽ സന്തോഷം നിറഞ്ഞു കവിയുന്നു. ബാബ് ബൈറ്റ് നൈ നൈ പോയിന്റ് സംജാത്തെ ഹെ. ബാബയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ജ്ഞാനത്തിന്റെ പുതിയ പുതിയ പോയിന്റുകളാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ്സെ ബച്ചോं का पूरा ലവ് ഹോ ജായ്. അല്ലെ? അപ്പൊ ബാബ എപ്പോഴും വന്ന് കുട്ടികൾക്ക് അല്ലെ ജ്ഞാനത്തിന്റെ പുതിയ പുതിയ പോയിന്റുകൾ മനസ്സിലാക്കി തരികയാണ്. അല്ലെ? അപ്പോ ഈ ആത്മീയ അച്ഛനോട് കുട്ടികളുടെ ഉള്ളില് പൂർണ്ണമായി സ്നേഹം നിറയണം, പൂർണ്ണമായ സ്നേഹം ഉണ്ടാകണം. ആത്മാ അപ്നി ദിൽ പൂരി കർ ദേ ക്യോങ്കി ബിച്ഛടി ഹുയി ഹെ നാ. അല്ലേ? ബാബ വിചാരിക്കുന്ന എന്താണ്? അല്ലെ? കുട്ടികളുടെ ഉള്ളില് സന്തോഷം നിറയണം, കുട്ടികളുടെ ആശകൾ പൂർത്തിയാകണം. കാരണം ബാബയുമായിട്ട് എത്രയോ കാലം കുട്ടികൾ പിരിഞ്ഞിരിക്കുകയായിരുന്നു. അല്ലെ? 5000 വർഷങ്ങൾ പിരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ കുട്ടികളുടെ എല്ലാ ആശകളും ബാബ വന്നിട്ട് പൂർത്തീകരിച്ചു തരികയാണ്. അല്ലെ? ആത്മാവിനെ നിറയ്ക്കുകയാണ് ബാബ. അനേക പ്രകാരക്കെ ദുഃഖ ദേഖേ ഹേ. കുട്ടികള് അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ കണ്ടവരാണ്. അബ് സന്മുഖ ബൈഠേ ഹേ തോ ദേഖകർ ഹർഷിത് ഹോനെ ചായി. ഇപ്പൊ ബാബ നമ്മുടെ സന്മുഖത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ ബാബയെ കാണും തോറും നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയണം. ബാബ്കെ സന്മുഖ ഹോനെ സെ ഹർഷിത് ഹോത്തെ ഹേ और वो बाप से दूर होने से भी तो. അപ്പൊ ബാബയുടെ സന്മുഖത്തിൽ ഇരിക്കുമ്പോ നമുക്ക് അത്രയും നിറഞ്ഞ സന്തോഷമാണ്. അല്ലെ? കുട്ടികള് ബാബയുടെ മുന്നിൽ ഇരിക്കുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാബയെ കാണാൻ ചെല്ലുമ്പോ ബാബയുടെ മുന്നിൽ ഇരിക്കുമ്പോ ബാബ കുട്ടികളോട് ഓരോന്നും പറയുമ്പോ കുട്ടികള് അതിനനുസരിച്ച് അല്ലെ ആ പ്രതികരണം കാണിച്ചോണ്ടേയിരിക്കും. എന്നുവെച്ചാല് കുട്ടികളുടെ ഉള്ളിൽ അത്രയും സന്തോഷമാണ് ബാബയെ കാണുമ്പോ. അപ്പൊ ബാബയിൽ നിന്നും ദൂരെ പോകുമ്പോൾ അത്രയും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റൂ? അല്ലെ? ബാബയുടെ സന്മുഖത്തിൽ ഇരിക്കുന്ന സന്തോഷം ബാബയിൽ നിന്നും ദൂരെ പോകുമ്പോൾ അത്രയും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റൂ? വിവേക് कहता है बाहर तो बहुत बातें सुनते हैं तो बुद्धि और तरफ चली जाती है. അപ്പൊ വിവേകം നമ്മളോട് പറയുന്നത്, നമ്മൾ പുറത്തു പോകുമ്പോൾ അല്ലെ ബാബയുടെ അടുത്ത് നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരുപാട് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. അപ്പൊ ബുദ്ധി അവിടേക്കെല്ലാം സഞ്ചരിക്കുന്നു. तो ये मधुबन में बच्चे बैठे हैं सन्मुख सुनते हैं. അല്ലെ? മധുബനിലെ കുട്ടികൾ ബാബയുടെ സന്മുഖത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ സന്മുഖത്തിൽ ഇരിക്കുമ്പോ ബാബ പറയുന്നത് സന്മുഖത്തിൽ കേൾക്കുന്നു. ബാബ പ്യാർ സെ കശിഷ് കർത്തെ ഹേ. അല്ലെ? അപ്പൊ ബാബയുടെ സന്മുഖത്തിൽ ഇരിക്കുമ്പോൾ ബാബ അത്രയും സ്നേഹത്തോടെ കുട്ടികളെ ആകർഷിക്കുന്നു. കാരണം ആത്മാവിന് നാച്ചുറൽ ആയിട്ട് എന്തുണ്ട്? പരമാത്മാവിനോട് അത്രയും ഒരു ആകർഷണമുണ്ട്. അപ്പൊ ബാബയുടെ സ്നേഹമാണ് കുട്ടികളെ ബാബയിലേക്ക് ആകർഷിക്കുന്നത്. അല്ലെ? നമ്മുടെ മനസ്സ് എന്തുകൊണ്ട് ബാബയിലേക്ക് ആകർഷിക്കപ്പെടുന്നു? അല്ലെ? സന്മുഖത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് എന്തുകൊണ്ട് ഇത്രയും മനസ്സിൽ സന്തോഷം നിറഞ്ഞ് കവിയുന്നു? അല്ലെ? കാരണം ബാബയുടെ സ്നേഹം നമ്മളെ ആകർഷിക്കുന്നു. ദേഖോ തുമാര കിത്ന മീഠ കിത്ന പ്യാര ബാബ ഹേ. അല്ലെ? നോക്കൂ, നമ്മുടെ ബാബ എത്ര മധുരമായ ബാബയാണ്. നമുക്ക് എത്ര ഏറ്റവും പ്രിയപ്പെട്ട ബാബയാണ്. തുംകോ സ്വർഗമേ ജാനെ കാ ലായക് ബനാ രഹേ. ബാബ നമ്മൾ കുട്ടികളെ സ്വർഗത്തിലേക്ക് പോകുവാൻ യോഗ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബച്ചേ സ്വർഗക്കെ മാലിക് ദേ. അല്ലെ? കുട്ടികൾ ആരായിരുന്നു? കുട്ടികൾ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു. അബ് ഡ്രാമ അനുസാർ സബ് കുച്ച് ഗവാ ദിയാ ഹെ. പക്ഷെ ഇപ്പൊ ഡ്രാമ അനുസരിച്ചിട്ട് കുട്ടികള് അല്ലെ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ വന്ന് നിൽക്കുമ്പോ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. രാജ്യ ഗവാന ഓർ പാന യേ ബഡി ബാത്ത് നഹി.
രാജ്യം നഷ്ടപ്പെടുത്തുന്നതും രാജ്യം നേടിയെടുക്കുന്നതും വലിയ കാര്യമൊന്നുമല്ല. തുംഹി ഇസ് ബാത് കോ ജാൻതേ ഹോ. കുട്ടികൾക്ക് മാത്രമാണ് ഈ കാര്യം അറിയാവുന്നത്. तो दुनिया में करोड़ों आत्माएं हैं, परंतु कोटों में कोई मुझे पहचानता है. അല്ലെ, അപ്പോ കുട്ടികൾക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ. എന്താണ് രാജ്യം നഷ്ടപ്പെടുത്തുന്നതും നേടിയെടുക്കുന്നതും അല്ലെ വലിയ കാര്യമൊന്നുമല്ല. तो दुनिया में करोड़ आत्माएं हैं, परंतु कोटों में कोई मुझे पहचानते हैं. ലോകത്തില് കോടിക്കണക്കിന് ആത്മാക്കളുണ്ട് അല്ലെ, കോടിക്കണക്കിന് ആത്മാക്കള് ഈ ലോകത്തിലുണ്ട് എങ്കിലും അല്ലെ അതില് ചിലര് മാത്രമാണ് എന്നെ അറിയുന്നത്. 850 കോടി ആത്മാക്കളില് അല്ലെ ബാബയെ അറിയുന്നത് ലക്ഷങ്ങളാണ്. तो मैं क्या हूँ और कैसा हूँ, मैं जो हूँ जैसा हूँ, मेरे द्वारा क्या मिलता है. അപ്പൊ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് അല്ലെ, എന്നിലൂടെ എന്താണ് ആത്മാക്കളായി നിങ്ങൾക്ക് ലഭിക്കുന്നത്, കുട്ടികൾക്ക് ലഭിക്കുന്നത്, ഇതൊക്കെ അറിയുന്നത് വളരെ വിരളമായ മക്കളാണ്. ഓ സമസ്തേ ഹുയേ ഭി വണ്ടർ ഹേ ജോ മായ ബുലാ ദേത്തി. ഇനി പരമാത്മാവിനെ തിരിച്ചറിയുന്നത് കോടിയിൽ ഒരാളാണ് അല്ലെ, കോടിയിൽ ചിലരാണ്. തിരിച്ചറിഞ്ഞത് പോട്ടെ, എന്നിട്ട് അത്ഭുതം എന്താണ്, മായ മറവി ഉണ്ടാക്കുന്നു. ഇതേ കുട്ടികളെ മായ പിടിച്ചാൽ എന്ത് സംഭവിക്കും? അവര് ബാബയെ മറക്കും. ऐसे नहीं कि सन्मुख वाले को മായ बुलाती नहीं है. ബാബ പറയണ ബാബയുടെ സന്മുഖത്തിൽ ഇരിക്കുന്ന കുട്ടികൾ അല്ലെ, നമ്മള് മധുബനില് പോയി ബാബയെ കാണാൻ ഇരിക്കുന്നു, ബാബ വരുന്നു, ബാബയുടെ സന്മുഖത്തിൽ ഇരിക്കുകയാണ്. ആ കുട്ടികളെയും അല്ലെ അവരുടെ ഉള്ളിലും മായ മറവി ഉണ്ടാക്കില്ലെന്ന് പറയാൻ പറ്റില്ല. സന്മുഖ വാലോങ്കോ മായ ബുലാത്തി ഹെ. സന്മുഖത്തിലുള്ള കുട്ടികളെയും മായ മറവി ഉണ്ടാക്കും. ശിവബാബ മേ പൂര ലവ് ഹോനാച്ചേ. അപ്പൊ മായക്ക് ആരുടെ ഉള്ളിൽ വേണം മറവി ഉണ്ടാക്കാൻ സാധിക്കും, കാരണം മായ അത്രയും പ്രബലനാണ്. പക്ഷെ ഇവിടെ നമ്മുടെ കുട്ടികളുടെ ഉള്ളില് ശിവബാബയോട് പൂർണ്ണമായും സ്നേഹം ഉണ്ടായിരിക്കണം. ലവ് കേസേ ബഡേ ജോ ബാബാ സേ ഹം ഊഞ്ച് വർഷ ലേവേ. ബാബയുടെ സഹയോഗിയായിരിക്കൂ, ബാബയുടെ സേവ ചെയ്യൂ. ബാബ ബच्चों की खिदमत करते हैं, बच्चे जानते हैं ബാബ दूर देश से आया हुआ है. ഇവിടെ ബാബ കുട്ടികൾക്ക് സഹയോഗം നൽകുകയാണ് അല്ലെ. അതേപോലെ കുട്ടികളും ബാബയുടെ സേവ ചെയ്യണം. കുട്ടികൾക്ക് അറിയാം ബാബ ദൂരദേശത്ത് നിന്ന് വന്നിരിക്കുകയാണ്. നിശ്ചയ ബുദ്ധി ബच्चों को कभी डगमग नहीं होना चाहिए. ഇവിടെ കുട്ടികൾ ആരാണ്? നിശ്ചയബുദ്ധിയുള്ള കുട്ടികളാണ്. നിശ്ചയബുദ്ധിയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഉലച്ചിൽ വരാൻ പാടില്ല. മുझे नहीं चाहिए परंतु मुझना नहीं चाहिए परंतु മായ बहुत जबरदस्त है. ഇവിടെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആകരുത്, ചിന്താക്കുഴപ്പത്തിലേക്ക് വരാൻ പാടില്ല അല്ലെ. ബാബ പറയാണ് കുട്ടികൾ ചിന്താക്കുഴപ്പത്തിലേക്ക് വരരുത്. നിശ്ചയബുദ്ധി बच्चों को कभी डगमग नहीं होना चाहिए. അപ്പൊ നിശ്ചയബുദ്ധികളായിട്ടുള്ള കുട്ടികൾ ഒരിക്കലും ഉലയാൻ പാടില്ല, മാനസികമായ ഉലച്ചിൽ വരാൻ പാടില്ല അല്ലെ, ചിന്താക്കുഴപ്പത്തിലേക്ക് വരാൻ പാടില്ല. പരന്തു മായ ബഹുത് ജബർദസ്ത് ഹെ. പക്ഷെ മായ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്, വളരെ ബലവാനാണ്. ബാബ തു ശൃംഗാർ കർ രഹി. ഇവിടെ ബാബ കുട്ടികളെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മായാക്ക മനുഷ്യക്കോ ദേവത ബനാത്തെ ഹെ, ഏ സ്കൂൾ ഹേ ഹി ദേവത ബനാനേക്ക. ഇവിടെ ബാബ വന്നിട്ട് മനുഷ്യനെ ദേവതയാക്കി മാറ്റുകയാണ്. ബാബ പറയണ മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്ന വിദ്യാലയമാണിത്. പവിത്ര ദുനിയാക്ക മാലിക് ബന്നെ കെ ലിയേ യേ മെഹനത് ഹേ. ബാബ പറയാണ് പവിത്രമായ ലോകത്തിന്റെ അധികാരിയായിട്ട് മാറാനാണ് നമുക്ക് പരിശ്രമത്തിന്റെ ആവശ്യം അല്ലെ. നമ്മൾ പരിശ്രമിക്കേണ്ടി വരുന്നത് അല്ലെ, പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പവിത്രമായ ലോകത്തിന്റെ അധികാരിയാകാൻ വേണ്ടിയാണ്. ബാബ സിർഫ് കഹത്തെ ഹേ മുझे യാദ് കർ. ഇവിടെ ബാബ കുട്ടികളോട് ഇത്രയേ പറയുന്നുള്ളൂ, എന്നെ ഓർമ്മിക്കൂ.
മനുഷ്യ ജബ് മർത്തെ ഹേ തോ ഉൻകോ കഹത്തെ ഹേ രാം കോ യാദ് കരോ. അല്ലെ, മനുഷ്യർ എപ്പോഴാണോ അല്ലെ മരണത്തിലേക്ക് പോകുന്നത്, അപ്പോൾ രാമ 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 എന്ന് ജപിക്കൂ, രാമനെ ഓർമ്മിക്കൂ എന്ന് പറയാറുണ്ട്. പരന്തു രാം കോ ജാനത്തെ ഹി നഹി തോ യാദ് സെ കോയി ഫായ്ദ ഹി നഹി. രാമനെ അറിയ പോലും ഇല്ലെങ്കില് പിന്നെ ഓർമ്മിച്ചത് കൊണ്ട് എന്താ നേട്ടമുള്ളത്? രാമനെ അറിയില്ലെങ്കിൽ ഓർമ്മിച്ചിട്ട് വല്ല നേട്ടമുണ്ടോ? അപ്പൊ രാമരാമ എന്ന് ജപിക്കാൻ പറയും, പക്ഷെ ആത്മാവിന്റെ രാമനായിരിക്കുന്ന പരമാത്മാവിനെ അറിയുന്നില്ലല്ലോ. അപ്പൊ ഓർമ്മിച്ചത് കൊണ്ട് നേട്ടമുണ്ടോ? തുംകോ ബാക്കി പൂരി പേച്ചാൻ. ഇവിടെ നമുക്ക് ബാബയുടെ പൂർണ്ണമായ തിരിച്ചറിവുണ്ട്. തും ആത്തെ ഹി ഹോ ശിവബാബ കെ പാസ്. ഇവിടെ നമ്മൾ കുട്ടികൾ വരുന്നത് തന്നെ ശിവബാബയുടെ അരികിലേക്കാണ്. ഓ നിരാകാർ ഹേ, ക്രിയേറ്റർ ഹേ, ക്രിയേറ്റ് कैसे करेंगे? അല്ലെ, ശിവബാബ നിരാകാരിയാണ്, ക്രിയേറ്റർ ആണ്. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രജാപിത ബ്രഹ്മ കോബി ക്രിയേറ്റർ കഹത്തെ ഹി. പ്രജാപിത ബ്രഹ്മാവിനെയും ക്രിയേറ്റർ എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മദ്വാര മനുഷ്യ സൃഷ്ടി പൈദാ കർത്തി ഹേ. അല്ലെ, അപ്പൊ ബ്രഹ്മാവിലൂടെയാണ് പരമാത്മാവ് മനുഷ്യ സൃഷ്ടിയെ രചിക്കുന്നത്. इसलिए പ്രജാപിത ബ്രഹ്മ കഹ ജാത്ത ഹേ. അതുകൊണ്ടാണ് പ്രജാപിത ബ്രഹ്മാവെന്ന് വിളിക്കുന്നത്. തും അബ് ബ്രാഹ്മൺ ബനേ ഹോ. ബാബ പറയാണ്, കുട്ടികൾ ഇപ്പോൾ ബ്രാഹ്മണരായി മാറിയിരിക്കുകയാണ്. തുമ്മാരി ആത്മാ അബ് അച്ഛി രീതി ജാനത്തി ഹേ कि हम शिव बाबा के पौत्रे ब्रह्मा के बच्चे बने. അല്ലെ, നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ നല്ല പോലെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശിവബാബയുടെ പേരക്കുട്ടികളാണ്, ബ്രഹ്മ ബാബയുടെ മക്കളാണ്. തും ബച്ചേ ചാഹത്തെ ഹോ ഹമാരെ വികർമ്മ വിനാശ് ഹോ ജായേ. ഇവിടെ നമ്മൾ കുട്ടികള് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ വികർമ്മങ്ങൾ എല്ലാം വിനാശമാകണം, ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മങ്ങൾ വിനാശമാകും. ഹം വിജയമാലാമേ നദിക് പിരോജായി. നമ്മള് വിജയമാലയിലെ ഏറ്റവും സമീപത്ത്, ബാബയുടെ സമീപത്ത് കോർക്കപ്പെടുന്ന മുത്തുകളായിട്ട് മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെ, നമ്മുടെ വികർമ്മങ്ങളൊക്കെ വിനാശമായി നമ്മൾ വിജയമാലയിലെ സമീപ മുത്തുകളാകണം. ബാപ് ദാദാക്ക് ബഹുത് യാദ് കർണ പടേ. അങ്ങനെ വിജയമാലയിലെ അല്ലെ നമ്പർ 1 മുത്തുകളായിട്ട് മാറണമെങ്കില് ബാപ് ദാദയെ കുട്ടികളെ ഇരുന്ന് ഓർമ്മിക്കണം, ഒരുപാട് ഓർമ്മിക്കണം. ക്യോങ്കി തും കർമ്മയോഗി ബി ഹോ. നിങ്ങൾ കർമ്മയോഗികൾ കൂടിയാണ്. ഗർബാർ സംഭാൽ പവിത്ര രഹനാ ഹേ. വീടും കുടുംബം ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് പവിത്രമായി ജീവിക്കണം. കമൽഫുൽ സമാൻ, താമര പുഷ്പത്തിന് സമാനമായിട്ട് ജീവിക്കണം, പവിത്രമായി ജീവിക്കണം. ഈ മിസാൽ കൊയ് സന്യാസിയോ സെ നഹി ലഗ്ത. ഈ ഉദാഹരണങ്ങളൊന്നും അല്ലെ സന്യാസികളുടേതല്ല. ये गृहस्थ व्यवहार में रहते कमलफूल समान पवित्र रह नहीं सकते. അല്ലെ, സന്യാസിമാരുടെ ഉദാഹരണങ്ങളല്ല ഇവിടെ ശിവബാബ മക്കളോട് പറയാണ്, നിങ്ങൾ ഗൃഹസ്ഥത്തിൽ ജീവിച്ചുകൊണ്ടും പവിത്രമായി ജീവിക്കണം. അല്ലെ, സന്യാസികൾക്ക് അത് പറ്റില്ല. അതുകൊണ്ടാണ് സന്യാസികൾ വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയത്. गृहस्थ व्यवहार में रहते कमलफूल समान पवित्र रह नहीं सकते ഞാൻ കിസ്കോ കഹ സക്തേ ഹേ. അവർക്ക് സ്വയം ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിച്ചുകൊണ്ട് താമര പുഷ്പത്തിന് സമാനം പവിത്രമായി ജീവിക്കുവാൻ അവർക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് മറ്റുള്ളവരോട് പറയുവാനും സാധിക്കില്ല. ജോ ജൈസാ ഹേ വോ ऐसे ही बनाएगा. അവരെങ്ങനെയാണോ അവരെ പോലെയാണ് മറ്റുള്ളവരെയും ആക്കി മാറ്റുന്നത്. അല്ലെ, സന്യാസികള് സന്യസിപ്പിക്കാനേ അവർക്ക് പറ്റുള്ളൂ, അല്ലാതെ അവർക്ക് എന്ത് സാധിക്കില്ല? ഗൃഹസ്ഥത്തിൽ ഇരുന്ന് പവിത്രമായി ജീവിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. तो ना किसको कह सकते हैं सन्यासी ये कह नहीं सकते कमल फूल समान पवित्र रहो. अगर कहे तो ब्रह्म को याद करो. അല്ലെ, സന്യാസികൾ എന്തേ പറയുള്ളൂ? ബ്രഹ്മത്തെ ഓർമ്മിക്കൂ, ബ്രഹ്മത്തിൽ ലയിക്കണം, ബ്രഹ്മത്തെ ഓർമ്മിക്കൂ, അല്ലാതെ താമരപുഷ്പത്തിന് സമാനം പവിത്രമായി ജീവിക്കൂ അല്ലെ ഗൃഹസ്ഥത്തിനുള്ളിൽ. അങ്ങനെ ഒരിക്കലും പറയുവാൻ സാധ്യമല്ല. तो वो भी हो नहीं सकता. तुम कहेंगे तुमने घर बार छोड़ा है, हम कैसे छोड़े.
അപ്പോ അവര് വീടും കുടുംബം ഉപേക്ഷിച്ചവരാണ്. അതുപോലെ എല്ലാവർക്കും ഫോളോവേഴ്സിന് എല്ലാം അത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. തുംഹി ഗൃഹസ്ഥമേ രഹനഹി സക്കെ तो दूसरों को कैसे रह सकते हैं कर सकते हैं. അപ്പോ ഗൃഹസ്ഥത്തിനുള്ളിൽ ജീവിക്കാൻ സന്യാസിമാർക്ക് സാധിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ പറയാൻ സാധിക്കും? ഓ രാജയോഗി ശിക്ഷ ദേന സഖി. അതുകൊണ്ട് രാജയോഗത്തിന്റെ പഠിപ്പ് നൽകാൻ അവർക്ക് സാധ്യമല്ല. അഭി തും സഭി ധർമ്മവാലോക്കെ രാജകോ സമജുകയെ. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ധർമ്മത്തിൽപ്പെട്ടവരുടെയും രഹസ്യങ്ങളെ അറിയാം. നിങ്ങൾ എല്ലാ ധർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഓരോ ധർമ്മം ഏതേത് സമയത്ത് വരുന്നു, അല്ലെ, എപ്പോൾ വരുന്നു, എല്ലാം കുട്ടികൾക്ക് അറിയാം. ഹരേക്ക് ധർമ്മക്കോ ഫിർ അപ്ന സമയ പർ ആനാ ഹൈ. അല്ലെ, ഈ കാലചക്രത്തിൽ ഓരോ ധർമ്മത്തിനും അതതിന്റെ സമയത്ത് ഇവിടെ വന്നേ മതിയാകും. കലിയുഗ സേ ഫിർ സത്യുഗ് ഹോനാ ഹൈ. കലിയുഗത്തിന് ശേഷം ഇവിടെ സത്യുഗം തീർച്ചയായിട്ടും വരും. സത്യുഗ് കെ ലിയേ ചാഹിയേ ആദി സനാതൻ ദേവി ദേവതാ ധർമ്മം. അല്ലെ, സത്യുഗത്തിന് വേണ്ടി ആവശ്യം എന്താണ്? അല്ലെ, ഈ സംഗമയുഗത്തില് ആദി സനാതന ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കുകയാണ്. കാരണം സത്യുഗത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ധർമ്മം ആദി സനാതന ദേവി ദേവതാ ധർമ്മമാണ്. ഓർ കൊയ് ധർമ്മവാലെ മനുഷ്യക്കോ ദേവത ബനാ നഹി സക്തേ. മറ്റു ഒരു ധർമ്മത്തിൽപ്പെട്ടവർക്കും മനുഷ്യനെ ദേവതയാക്കി മാറ്റാൻ കഴിയില്ല. ആദ്യ സനാതന ദേവി ദേവത ധർമ്മം ഒഴിച്ച് മറ്റേതെല്ലാം ധർമ്മമുണ്ടോ ആ ധർമ്മത്തിൽപ്പെട്ട ആർക്കും തന്നെ മനുഷ്യനെ ദേവതയാക്കുവാൻ സാധിക്കില്ല. तो जब तक हम मुक्ति जीवन मुक्ति धाम स्वर्ग में नहीं गए तब तक कोई मुक्ति में जा नहीं सकते. ജീവൻ മുക്തിധാമമായ സ്വർഗത്തിലേക്ക് പോകാത്തിടത്തോളം ആർക്കും തന്നെ മുക്തിയിലേക്കും പോകുവാൻ സാധിക്കില്ല. അപ്പോ അല്ലെ, നമ്മളെ ബാബ ഈ സമയത്ത് ജീവൻ മുക്തിധാമത്തിലേക്ക് പോകാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അല്ലെ, ഇപ്പൊ ജീവൻ മുക്തിധാമത്തിലേക്ക് പോകാൻ നമ്മൾ നമ്മളെ പ്രാപ്തരാക്കി മാറ്റുന്നു, യോഗ്യരാക്കി മാറ്റുന്നു. അല്ലെ, ആ യോഗ്യരാക്കി മാറ്റിയിട്ടാണ് ബാബ നമ്മളെ മുക്തിയിലേക്ക് അയക്കുന്നത്. സ്വർഗ ഓർ നരക ഇക്കട്ട ഹോ നഹി സക്ത. സ്വർഗവും നരകവും ഒരിക്കലും ഒരുമിച്ചുണ്ടായിരിക്കില്ല. तो हम जीवन मुक्ति का वर्षा पाएंगे, जीवन बंध वाले रहने नहीं चाहिए. അപ്പോ ഈ സമയത്ത് നമ്മള് ജീവൻ മുക്തിയുടെ സ്വത്ത് നേടുകയാണ്, സ്വർഗത്തിന്റെ സ്വത്ത് നേടുകയാണ്. അപ്പൊ ജീവൻ മുക്തിയുടെ സ്വത്ത് നമ്മള് നേടുമ്പോൾ, അല്ലെ, നേടിക്കഴിയണം, അല്ലെ, നേടുന്നവരേക്കും ഇവിടെ എന്താണ്, ജീവൻ ബന്ധനത്തിലുള്ളവരും ഇവിടെ ഉണ്ടാകും. അപ്പൊ ജീവൻ ബന്ധനത്തിലുള്ളവർ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് ബാബ നമുക്ക് എന്ത് നൽകുന്നത്? ജീവൻ മുക്തിയുടെ സ്വത്ത് നൽകുന്നത്. പക്ഷെ ജീവൻ മുക്തിയുടെ സ്വത്ത് നമ്മൾ നേടിക്കഴിയുമ്പോൾ പിന്നെ ഇവിടെ ജീവൻ ബന്ധനത്തിലുള്ളവരാരും അവശേഷിക്കാൻ പാടില്ല. തും ജാനത്തെ ഹോ ഈ സമയ സംഗം. കുട്ടികൾക്കറിയാം ഈ സമയം സംഗമ യുഗമാണ്. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും സംഗമ സമയമാണ് ഈ സമയം എന്നുള്ളത് കുട്ടികൾക്ക് അറിയാം. तो तुम ही कल्प के संगम पर बाबा से मिलते हो. കൽപ്പത്തിന്റെ സംഗമത്തിൽ, ഒരു കൽപ്പം കഴിഞ്ഞ് അടുത്ത കൽപ്പത്തിലേക്ക് കടക്കണേക്കാളും മുമ്പ്, ഒരു കൽപ്പം പൂർത്തിയായി അടുത്ത കൽപ്പം ആരംഭിക്കുന്നതിന് മുമ്പ്, അല്ലെ, കൽപ്പത്തിന്റെ സംഗമ യുഗത്തിലാണ് ബാബയുമായി നമ്മൾ കുട്ടികൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ദൂസരെ കൊയ് മിൽന സഖി. ബാബ പറയണ വേറെ ആർക്കും ബാബയുമായുള്ള കൂടിക്കാഴ്ച നടത്താൻ സാധ്യമല്ല. ദൂസരെ സമസ്തേ ഹേ वो तो कलियुग है. മറ്റുള്ളവരെ വിചാരിക്കുന്നത് കലിയുഗാണെന്ന്. ഹം സഭി കലിയുഗമേ നഹി ഹേ. നമ്മള് കലിയുഗത്തിലല്ല. എല്ലാവരും വിചാരിക്കുന്നത് ഇത് കലിയുഗമാണെന്നാണ്. പക്ഷെ നമ്മള് കലിയുഗത്തിലല്ല. ബാബ സെ സ്വർഗ കെ ലിയേ ഫിർ സെ വർഷ പാ രഹി. ബാബയിൽ നിന്നും സ്വർഗത്തിന്റെ സ്വത്ത് നമ്മൾ വീണ്ടും നേടിക്കൊണ്ടിരിക്കുകയാണ്. ഹം ജീതേ ജി മർക്കർ ബാക്യ ബനേ ഹേ. നമ്മൾ ജീവിച്ചിരുന്നു കൊണ്ട് തന്നെ പഴയ ലോകത്തിൽ നിന്ന് മരിച്ച് ബാബയുടേതായിട്ട് മാറിയിരിക്കുകയാണ്. ജോ അഡോപ്റ്റ് ഹോത്തെ ഹേ ഉന്നെ ദോനോ ജഹാനോ കാ മാലൂം പടുത്താ ഹേ. അപ്പൊ നമ്മള് ജീവിച്ചിരുന്നുകൊണ്ട് തന്നെ ബാബയുടേതായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിലേക്കുള്ള സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോ കലിയുഗത്തിലല്ല. പിന്നെ നമ്മൾ എവിടെയുള്ളത്? നമ്മൾ സംഗമ യുഗത്തിലാണ് ഉള്ളത്, അല്ലെ? ബാബയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ
ലോകത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ബാബ പറയാണ്, ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നവരുണ്ടല്ലോ, ആരാണോ അഡോപ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ നിർധനമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരിക്കും അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് സമ്പന്ന കുടുംബത്തിലേക്കാണ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ മുമ്പുള്ള ജീവിതം ഇപ്പോഴുള്ള ജീവിതം തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ഇപ്പൊ നമ്മൾ ബാബയുടെ കുട്ടി ആകുന്നതിന് മുമ്പും ബാബയുടെ കുട്ടി ആയതിനു ശേഷമുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലെ? അഡോപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയാണ് നമ്മൾ കലിയുഗത്തിലായിരുന്നു, പക്ഷെ നമ്മളിപ്പോ പരമാത്മാവിന്റെ കുട്ടിയായി സംഗമയുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ ആ കലിയുഗം സംഗമയുഗം തമ്മിൽ ഒത്തിരി അന്തരമുണ്ട് അല്ലെ? അപ്പോ ബാബ പറഞ്ഞില്ലേ, സ്വർഗത്തിലെ ദേവതകളെക്കാൾ ശ്രേഷ്ഠമായ ജന്മം ബ്രാഹ്മണ ജന്മമാണ്. കാരണം ബാബ സദാ കൂടെയുണ്ട് അല്ലെ? അപ്പൊ ബാബയുടെ കൂടെയുള്ള ജീവിതവും നമ്മൾ സ്വർഗത്തിന്റെ അനുഭവം ചെയ്യാണ്. തുമ്ഹി കൽപ്പക്കെ സംഗം പർ ബാബാസെ മിൽത്തെ ഹോ. അപ്പൊ ബാബ പറയാണ്, കുട്ടികളെ, കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ ബാബയുമായുള്ള കൂടിക്കാഴ്ച നടത്താൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന കുട്ടികൾ നമ്മളാണ്. മറ്റാർക്കും ആ ഭാഗ്യമില്ല. ദൂസരെ സമസ്തേ ഹെ യേ തോ കലിയുഗ് ഹെ, തോ ഹം ജീത്തെ ജി മർക്കർ ബാബ് കെ ബനെ ഹെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ കലിയുഗത്തിൽ നിന്ന് മരിച്ച് ബാബയുടേതായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ? ബാബയിൽ നിന്നും നമ്മൾ സ്വർഗത്തിന്റെ സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. തോ ഫലാനക്കെ ദേ അപ്പൊ ഫലാനക്കെ ബനെ ഹെ. ഇപ്പൊ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നവര് എന്താ വിചാരിക്കുന്നത്? ഞാൻ ഇന്നാളുടെ കുട്ടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ഇന്നാളുടെ കുട്ടിയാണ് അല്ലെ? ഞാൻ നിർധനനായ ഇന്നാളുടെ കുട്ടിയായിരുന്നു, ഇപ്പോൾ ഞാൻ സമ്പന്നനായ ഇന്നാളുടെ കുട്ടിയാണ് എന്ന് തിരിച്ചറിയുന്നു. जो अपने मित्र संबंधी आदि सबको जानते हैं, दोनों तरफ का मालूम रहता है അല്ലെ? അവർക്ക് തന്റെ മിത്ര സംബന്ധികളെ എല്ലാം അറിയാം. അപ്പൊ എന്താണ്, അവർക്ക് അവര് മുമ്പ് ആരുടെ കുട്ടിയായിരുന്നു, എവിടെയാണ് ഉണ്ടായിരുന്നത്, ആ മിത്ര സംബന്ധികൾ ആരാണെന്നും ഇപ്പോൾ ആരുടെ കുട്ടിയാണ് എന്നൊക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അഡോപ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക്. അതേപോലെ നിങ്ങൾ കുട്ടികൾക്കും അറിയാം. ഈ ദുനിയാസെ ഹംനെ ലങ്കർ ഉട്ടാതിയ. നമ്മുടെ തോണിയുടെ നങ്കൂരം എന്താണ്, ഈ തീരത്ത് നിന്ന് വിട്ടു കഴിഞ്ഞു അല്ലെ? അവിടെ കെട്ടിയിട്ടിരിക്കുന്നു, ആ കെട്ടിയിട്ടതൊക്കെ നമ്മൾ അഴിച്ചു. നമ്മളിപ്പോ എന്താണ്, ഈ തീരം വിട്ട് പോയിക്കൊണ്ടിരിക്കുക. അഭി ഹം ജാ രഹേ ഹെ, ഇസേ ഹമാരെ കൊയ് തൈലുക്ക് നഹി. അപ്പൊ ഈ തീരം വിട്ടു, കലിയുഗത്തിലെ തീരം വിട്ടിട്ട് നമ്മുടെ തോണി ഇതാ പോവുകയാണ്. എവിടേക്കാ പോണത്? സത്യയുഗത്തിലേക്ക് പോവാ നമ്മുടെ തോണി. അപ്പോ ബാബ പറയാണ്, ഇവിടെ നമുക്കറിയാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്കിനി കലിയുഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ये भगवान अपने बच्चों से परमपिता परमात्मा सालिग्राम बच्चों से बात कर रही. ഇവിടെ ഭഗവാൻ തന്റെ കുട്ടികളോട് സംസാരിക്കുകയാണ്, പരമപിത പരമാത്മാവുമായി അല്ലെ? പരമപിത പരമാത്മാവ് സാലിഗ്രാമുകളായ കുട്ടികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കോ ആന परंतु जानते नहीं है, ഭഗവാൻ കോ നാ ജാനനെ കെ കാരണം മുझे പടേ ഹെ. അല്ലെ? ഭഗവാൻ ഈ സൃഷ്ടിയിലേക്ക് വന്നേ മതിയാകൂ, പക്ഷെ ഭഗവാൻ എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, എന്തിനു വരുന്നു, ഇതൊന്നും അറിയില്ല. ഭഗവാനെ അറിയാത്തത് കാരണം ആകെ ചിന്താക്കുഴപ്പത്തിൽ പെട്ടുപോയി. ജിതനി സഹജ ബാത്ത് കോയി ബി നഹി സമജ്തേ. എത്ര സഹജമായ കാര്യം ബാബ മനസ്സിലാക്കി തരുന്നു, പക്ഷെ കുട്ടികൾ അത് മനസ്സിലാക്കുന്നത് പോലുമില്ല. യാദ് കർത്തേ ഹെ പരന്തു ജാൻതേ ഹോ ഹം ആത്മാ ശരീർ ലേക്കർ പാട്ട് ബജാത്തി ഹെ. കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ട്, കുട്ടികൾക്ക് അറിയാം നമ്മൾ ആത്മാവ് ഈ ശരീരം എടുത്ത് പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹം പരംധാം സെ ആതി ഹെ. അല്ലെ? നമ്മൾ ആത്മാക്കള് ഈ സൃഷ്ടിയിൽ വന്ന് ശരീരം എടുത്ത് പാർട്ട് അഭിനയിക്കുന്നത് അല്ലെ? നമ്മള് പരംധാമത്തിൽ നിന്ന് വന്നിട്ടാണ് പാർട്ട് അഭിനയിക്കുന്നത്. യഹാം പരംപിത പരമാത്മാ ഹി രഹത്തെ ഹി. പരംധാമത്തിൽ ആരാ ഉള്ളത്? പരമപിത പരമാത്മാവ് വസിക്കുന്നു. മനുഷ്യത്വ ന ആത്മാക്കോ ന പരമാത്മാക്കോ ജാനത്തെ ഹെ. മനുഷ്യർക്ക് ആത്മാവിനെയും അറിയില്ല, പരമാത്മാവിനെയും അറിയില്ല. കേസേ ഭഗവാൻ ആക്കർ മിലേക ക്യാ കരേക. ഭഗവാൻ ഈ സൃഷ്ടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ആരെയായിരിക്കും കാണുന്നത്? ഭഗവാൻ ഇവിടെ ആരെ കാണാനാണ് വരുന്നത്? അല്ലെ? ഏത് കർത്തവ്യം അനുഷ്ഠിക്കാനാണ് വരുന്നത്?
कोई भी नहीं जानता है. ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഗീത സേ സാര റോങ് ലിഖ് ദിയാ ഹൈ. ഗീതയിലാണെങ്കിൽ ഒരുപാട് തെറ്റുകളും എഴുതി വെച്ചിരിക്കുന്നു. നാം ഹി ബദൽ ദിയാ ഹൈ. അല്ലേ? പ്രധാനമായിട്ടുള്ള സംഗതി എന്താണ്? ഗീതാജ്ഞാനം പരമാത്മാവ് നൽകുന്നു, പക്ഷെ പേര് മാറ്റിക്കളഞ്ഞു. ബാബ് പൂച്ഛത്തെ ഹൈ തും മുझे जानते हो. അതുകൊണ്ട് തന്നെ ബാബ വന്നിട്ട് ചോദിക്കുകയാണ്, കുട്ടികളെ എന്നെ അറിയാമോ? കൃഷ്ണ തോടി ऐसे कहेंगे तुम मुझे जानते हो. കൃഷ്ണ വന്നിട്ട് ചോദിക്കോ, നിങ്ങൾ എന്നെ അറിയൂ? ശിവബാബ വന്നിട്ട് ചോദിക്കാം, മക്കളെ എന്നെ അറിയാം എന്ന് ബാബ വന്ന് ചോദിക്കാം. ഉनको तो सारी दुनिया जानती है. അല്ലെ? കൃഷ്ണനെ മുഴുവൻ ലോകത്തിലുള്ളവർക്ക് അറിയാം. ഓ ജ്ഞാൻ ദേനാസ്. പക്ഷെ കൃഷ്ണൻ ഒരിക്കലും നമുക്ക് ഈ ജ്ഞാനം നൽകുവാൻ സാധ്യമല്ല. तो जरूर समझाना चाहिए ഭഗവാൻ രൂപ ബദൽത്താ ഹേ പരന്തു കൃഷ്ണ നഹി ബനതാ. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഭഗവാൻ രൂപം മാറിയിട്ട് വരുന്നു. ഈ സൃഷ്ടിയിലേക്ക് വരണമെങ്കിൽ അല്ലെ, മനുഷ്യ ശരീരത്തിലേക്ക് ഭഗവാന് വരണം. കാരണം ഇവിടെ എല്ലാവരും ശരീരം ധരിച്ച് പാട്ട് അഭിനയിക്കുന്നവരാണ്. അതുകൊണ്ട് ഭഗവാൻ രൂപം മാറിയിട്ട് വരുന്നു. പക്ഷെ ഭഗവാൻ കൃഷ്ണനാകുന്നില്ല. ഏ മനുഷ്യ തന്മേ ആത്തേ ഹേ കൃഷ്ണക്കെ തന്മേ നഹി ആത്തേ. പരമാത്മാവ് മനുഷ്യ ശരീരത്തിലാണ് വരുന്നത്, അല്ലാതെ കൃഷ്ണന്റെ ശരീരത്തിലല്ല വരുന്നത്. ഏഹേ ബ്രഹ്മ അല്ലേ? ശിവബാബ ആരിലാണ് വരുന്നത്? ബ്രഹ്മാവിലാണ് വരുന്നത്. വോ ഹേഹി കൃഷ്ണക്ക് ആത്മ. ബ്രഹ്മാവ് ആരാണ്? കൃഷ്ണന്റെ ആത്മാവ് തന്നെയാണ്. സിർഫ് തോടി സി ബാത് മേ ബോലേ. കുറച്ച് കാര്യത്തിലാണ് തെറ്റുപറ്റിയത്. ഏഹേ കൃഷ്ണക്ക് 84 ജനം കി ആത്മ. ബാബ പറയാൻ എവിടെ തെറ്റുപറ്റിയത്? കൃഷ്ണൻ ജന്മം എടുത്ത് 84ാമത്തെ ജന്മത്തിലേക്ക് വരുമ്പോഴാണ് ബ്രഹ്മാവ്. ആ 84ാമത്തെ ജന്മത്തിന്റെ ആത്മാവാണ്. 84 ജന്മം എടുത്തു കഴിഞ്ഞ ആത്മാവ്. ജോ ഫിർ ആദിമേ കൃഷ്ണ ബനത്തെ. അല്ലെ? തന്റെ പ്രഥമ ജന്മത്തിൽ, ആദ്യത്തെ ജന്മത്തിൽ കൃഷ്ണനാകും. അന്തിം ജന്മേ കൃഷ്ണപദ് പാനെ കെ ലിയെ പുരുഷാർത്ഥ് കർ രഹേ ഹൈ. അല്ലെ? അതേ ആത്മാവ് അന്തിമ ജന്മത്തില് കൃഷ്ണ പദവി നേടാനായിട്ട് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിത്രി ഗുപ്ത ബാത്ത് ഹൈ. ഇത് എത്ര ഗുപ്തമായ കാര്യമാണ്. ജറാസി ബാത്ത് ഭൂൽ ഗയി ഹൈ ഉസ്മേ ബഡി തിർക്കംബാസി. ബാബ പറയാണ്, ആ സ്വല്പം കാര്യം അല്ലെ, ഈ ചെറിയൊരു കാര്യം കുട്ടികൾ മറന്നുപോയി. അല്ലെ? ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ. കൃഷ്ണന്റെ ആത്മാവാണ് 84ാമത്തെ ജന്മത്തില് അല്ലെ ബ്രഹ്മാവാകുന്നത്. ബ്രഹ്മാവിലാണ് ശിവബാബ വരുന്നത്. അപ്പൊ ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ. അപ്പോ ആ ഒരു വ്യത്യാസത്തിലാണ് എന്ത് പറഞ്ഞത് അല്ലെ, കൃഷ്ണന്റെ പേര് പറഞ്ഞത്. കൃഷ്ണൻ ഞാൻ അല്ലെ ഗീത പറഞ്ഞു എന്ന് പറഞ്ഞു. തും ജാനത്തെ ഹോ ഹം കൃഷ്ണ കെ ഘരാനെ കെ ദേ. നമ്മൾ കുട്ടികൾക്കും അറിയാം, നമ്മൾ കൃഷ്ണന്റെ രാജധാനിയിൽ ഉള്ളവരായിരുന്നു. അബ് ശിവബാബ സേ രാജ്യഭാഗ്യ രഹി. ഇപ്പോൾ നമ്മള് വീണ്ടും ബാബയുടെ അടുക്കൽ നിന്ന് രാജ്യഭാഗ്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ശിവബാബയുടെ അടുക്കൽ നിന്ന് രാജ്യഭാഗ്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഹമാരി ബുദ്ധിമേ കൃഷ്ണ ബൈഠത്തി നഹീ. നമ്മുടെ ബുദ്ധിയില് ശിവബാബ ഉള്ളത്, നമ്മുടെ ബുദ്ധിയില് കൃഷ്ണനല്ല ഉള്ളത്. तो कृष्णा तो कह देते हैं कृष्ण भगवान वाच. മനുഷ്യരെന്താ പറയാ? കൃഷ്ണ ഭഗവാൻ വാച. कुछ भी सिद्धि नहीं होता. गीता में दिखाया है 5 പാണ്ഡവ ജാക്കർ ബച്ചേ. അല്ലെ പറയുന്നുണ്ട്, അവസാനം എന്താണ്, 5 പാണ്ഡവര് മാത്രം അവശേഷിച്ചു. അല്ലെ? കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോ 5 പാണ്ഡവര് മാത്രം അവശേഷിച്ചു. കൽപ്പിക്ക് 1000 വർഷ രതിഹി. പിന്നെ കൽപ്പത്തിന്റെ ആയുസ്സാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷമാണെന്ന് കാണിച്ചിരിക്കുക. ഇത്തിരി സഹജ ബാത്ത് ബി മനുഷ്യ നഹി ജാനത്തെ. ഇത്ര സഹജമായ കാര്യം പോലും മനുഷ്യർക്ക് അറിയാൻ പാടില്ല. തും കിത്തനെ ഇഷാരെ സെ സമജ് സക്തേ ഹോ ഹം ഹി സൂര്യംശി ഘരാനെ കെ ദേ. അല്ലേ? ബാബ പറയാണ്, എത്രയോ സൂചനകളിലൂടെ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
നമ്മൾ സൂര്യവംശി രാജധാനിയിലുള്ളവരായിരുന്നു. അല്ലെ? ബാബ നമ്മളോട് ദിവസവും മുരളി പറയുമ്പോ എത്രയോ സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മൾ സൂര്യവംശ രാജധാനിയിൽ പെട്ടവരായിരുന്നു. അബ് സൂര്യവംശി സേ ചന്ദ്രവംശിയുമേ ആയേ. ഇപ്പോൾ സൂര്യവംശിയിൽ നിന്നും നമ്മൾ ചന്ദ്രവംശിയിലേക്ക് വന്നിരിക്കുകയാണ്. ഫിർ ബ്രാഹ്മൺ സ്വ ദേവത ബൻതേ ഹെ. ഇപ്പൊ നമ്മള് വീണ്ടും ബ്രാഹ്മണനിൽ നിന്നും ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വർണ്ണക്കോപി ബുദ്ധിമേ രക്ഷണപ്പെടുത്താൻ. വർണ്ണങ്ങളും കൂടി നമ്മുടെ ബുദ്ധിയിൽ വെക്കേണ്ടത് ആവശ്യമാണ്. ഉനോനെ വർണ്ണക്കോ ആദാ കർ ദിയ, ചോട്ടി ബ്രാഹ്മൺ ശ്രീ ബാബക്കോ ഭൂൽ ഗയേ ഹെ. അല്ലെ? അവരാണെങ്കില് ഈ വർണ്ണങ്ങളെ എല്ലാം എന്താണ് പകുതിയാക്കിയിരിക്കുകയാണ്. ചോട്ടി ബ്രാഹ്മൺ ശ്രീ ബാബക്കോ ഭൂൽ ഗയേ ഹെ. അല്ലെ? അവിടെ ബ്രാഹ്മണൻ കുടുമയാണ്. ബ്രാഹ്മണനെ കുടുമയായിട്ട് കാണിക്കുന്നില്ലല്ലോ വർണ്ണങ്ങളില്. ഇപ്പൊ ബ്രാഹ്മണനെയും മറന്നുപോയി, ബ്രാഹ്മണ വർണ്ണവും മറന്നുപോയി, ശിവബാബയെയും മറന്നുപോയി. ശിവബാബയെയും കാണിക്കുന്നില്ല. ബാക്കി ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ദിക്കാതി. പിന്നെ വർണ്ണത്തിലെ 4 വർണ്ണങ്ങൾ കാണിച്ചു. ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അല്ലെ? 4 വർണ്ണങ്ങൾ കാണിച്ചു. ബ്രാഹ്മൺ തോ ജരൂർ ചാഹിയെ. ബ്രാഹ്മണ വർണ്ണം തീർച്ചയായിട്ടും ആവശ്യമാണ്. തോ ബ്രഹ്മാക്ക് ഔലാദ് കഹാൻ ഗയി. ബ്രഹ്മാവിന്റെ മക്കളെല്ലാം എവിടെ പോയി? കൊയ്ക്ക് ബുദ്ധിമേനയ്യ ബൈഠത്ത. ഇതൊന്നും ആരുടെയും ബുദ്ധിയിലില്ല. പക്ഷെ തുമക്കോ ബാപ്പ അച്ഛി രീതി സംജാത്തെ. ബാബ വന്നിട്ട് കുട്ടികൾക്ക് നല്ല പോലെ മനസ്സിലാക്കി തരും. തുമക്കോ ബുദ്ധിമേ അച്ഛി രീതി ധാരണ കർണ. ഇപ്പൊ കുട്ടികള് നല്ല പോലെ ബുദ്ധിയിൽ ധാരണ ചെയ്യണം. ये नॉलेज बाप ബുദ്ധി में है, वो तुम्हारे भी बुद्धि में रहनी चाहिए. അല്ലെ? ബാബയാണ് നമുക്ക് ഈ ജ്ഞാനം നൽകുന്നത്. ഈ ജ്ഞാനസാഗരനായ ബാബയുടെ ബുദ്ധിയിലുണ്ട്. അപ്പൊ ബാബ നൽകുന്ന ഈ ജ്ഞാനം നമ്മുടെ ബുദ്ധിയിലും ഉണ്ടായിരിക്കണം. മേ തും ആത്മാവോ കോ ആപ് സമാൻ ബനാത്ത. ഞാൻ നിങ്ങൾ ആത്മാക്കളെ തനിക്ക് സമാനമാക്കി മാറ്റുകയാണ്. जो सृष्टि चक्र की नॉलेज मेरे में है, वो तुम्हारी बुद्धि में भी है. സൃഷ്ടി ചക്രത്തിന്റെ നോളേജ് എന്നിലുണ്ട്, അത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുമുണ്ട്. ബുദ്ധിവാൻ ചാഹിയെ. അല്ലെ? ഇപ്പൊ ബാബ നമുക്ക് സൃഷ്ടി ചക്രത്തിന്റെ നോളേജ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം നോളേജ് നൽകുക. അപ്പൊ നമ്മുടെ ബുദ്ധിയില് ഈ ജ്ഞാനം നമ്മൾ ധാരണ ചെയ്യണം, നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ജോ നോളേജ് അല്ലെ? ഏത് നോളേജാണോ ബാബയുടെ ബുദ്ധിയിലുള്ളത് അത് കുട്ടികളുടെ ബുദ്ധിയിലുണ്ടായി. മേ തും ആത്മാവോ കോ ആപ് സമാൻ ബനാത്ത. ബാബ പറയണ കുട്ടികളെ ബുദ്ധിവാനായിരിക്കേണ്ടത് ആവശ്യമാണ്. ബാബ്കെ സാത്ത് योग भी हो, ഗഡി ഗഡി വിചാർ സാഗർ മന്ദന ഹോത്താ രഹേ. ബാബയുടെ കൂടെ നമ്മുടെ യോഗം ഉണ്ടായിരിക്കണം. ബുദ്ധി യോഗം ബാബയുടെ കൂടെ വെക്കണം. അല്ലെ? യോഗം ചെയ്യണം. അപ്പൊ ബാബ പറയാണ്, ഞാൻ നിങ്ങൾ കുട്ടികളെ, നിങ്ങൾ ആത്മാക്കളെ ഞാൻ തനിക്ക് സമാനമാക്കി മാറ്റുകയാണ്. ബാബ വന്നിരിക്കുന്നത് കുട്ടികളെ തനിക്ക് സമാനമാക്കി മാറ്റാനാണ്. അതുകൊണ്ട് കുട്ടികള് ഇടയ്ക്കിടെ എന്ത് ചെയ്യണം? ജ്ഞാനം കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അല്ലേ? ബാബയെ പോലെ തന്നെ കുട്ടികളും ആരായിരിക്കണം? ജ്ഞാനത്തിന്റെ സ്വരൂപമായിരിക്കണം. അതിനുവേണ്ടി വിചാരസാഗര മഥനം ചെയ്യേണ്ടത് ആവശ്യമാണ്. മേ തും ആത്മാവോ കോ तुम सब सन्मुख बैठे हो, समझते हैं बाबा तो बिल्कुल सहज समझाते हैं. കുട്ടികൾ എല്ലാവരും ബാബയുടെ സന്മുഖത്തിൽ ഇരിക്കുകയാണ്, മനസ്സിലാക്കുന്നുണ്ട്. ബാബ വളരെ സഹജമായിട്ടാണ്, വളരെ ഈസി ആയിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. कहते भी है आत्मा परमात्मा अलग रहे बहुकाल, സദ്ഗുരു ദലാൽ കെ രൂപ में पढ़ाते हैं. ആത്മാവും പരമാത്മാവും വളരെ കാലങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു. ഈ സമയത്ത് നമുക്ക് അല്ലെ ദലാലിന്റെ രൂപത്തില് സദ്ഗുരുവിനെയും ലഭിച്ചിരിക്കുകയാണ്. അല്ലെ? ദലാലിന്റെ രൂപത്തിൽ വന്നിട്ട് സദ്ഗുരു നമ്മളെ പഠിപ്പിക്കുകയാണ്. ദലാൽ അർത്ഥാത് സൗദാ കരാനെ വാലി. അല്ലെ? ദലാൽ ആരാണ്? പെണ്ണിനെയും ചെറുക്കനെയും അല്ലെ കൂട്ടിച്ചേർക്കുന്നവരാണ്. അപ്പൊ ബാബ പറയാണ് ഈ സമയത്ത് അല്ലെ ബാബ ദലാലിന്റെ രൂപത്തിൽ നമുക്ക് ബാബയെ ലഭിച്ചിരിക്കുക എന്ന് വെച്ചാല് ബ്രഹ്മാവിലൂടെയാണ് നമുക്ക് ബാബയെ ലഭിച്ചത്. അപ്പൊ ദലാലിന്റെ രൂപത്തിൽ സദ്ഗുരു നമ്മളെ പഠിപ്പിക്കുകയാണ്.
बाप इन द्वारा आकर अपने साथ सौदा कराती. ബാബ എന്ത് ചെയ്യാണ്? കുട്ടികളെ ഈ ബ്രഹ്മാവിലൂടെ വന്ന് ഈ കുട്ടികളെ കൊണ്ട് ബാബയുമായുള്ള അല്ലേ ആ ബിസിനസ് ചെയ്യിപ്പിക്കുകയാണ്. തും ജാനത്തെ ഹോ ദല്ലാൽക്കോ യാദ് നഹീ കർനാ ഹൈ. കുട്ടികൾക്ക് ഒരു കാര്യം അറിയാമോ? ഈ ദല്ലാളിനെ ഓർമ്മിക്കാൻ പാടില്ല. ദലാളുടെ രൂപത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്? പരമാത്മാവുമായിട്ടുള്ള ആ ബന്ധം ഉണ്ടാക്കാണ് ബാബ. പക്ഷേ ദലാളിനെ ഓർമ്മിക്കരുത്. ദലാൽ ദ്വാര ഹമാരി സഗായി ഹോത്തി ഹൈ. ദലാൽ എന്തിനാ ഉള്ളത്? ജീവാത്മാ പരമാത്മാവിനെ ബന്ധിപ്പിക്കുകയാണ്. ജീവാത്മാ പരമാത്മാ കല്യാണം നടത്താനുള്ള ആളാണ് ആര്? ദലാൽ എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് ദലാലിനെ ഓർമ്മിക്കാൻ പാടില്ല. ശിവബാബയുമായിട്ടാണ് നമ്മുടെ ബന്ധം. തും സബ് ബീച്ച് വാലെ ദലാൽ ഹോ. നിങ്ങൾ എല്ലാ കുട്ടികളും ആരാണ്? ഇടയ്ക്കുള്ള ദലാൽമാരെയാണ് നിങ്ങൾ എല്ലാ കുട്ടികളും. कहते हैं परमपिता परमात्मा से तुम्हारा क्या संबंध है. പരമപിത പരമാത്മാവുമായിട്ട് നമ്മുടെ സംബന്ധം എന്താണ് അല്ലെ? അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. തും സഗായി കരാനെ യുക്തി രചോ. ഓരോ ജീവാത്മാവിനെയും പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കാൻ ആ സ്നേഹ സംബന്ധം ഉണ്ടാക്കി കൊടുക്കാനുള്ള യുക്തി രചിക്കൂ. പേർ പ്രജാപിതാക്കാൻ നാം ഭി ദേത്തേക്കും. പിന്നെ പ്രജാപിത എന്നുള്ള പേരും നിങ്ങൾ നൽകാറുണ്ട്. വർഷ ശിവ ബാബ സെ മിൽത്താ ഹൈ അല്ലെ. ബ്രഹ്മാവിന്റെ കുട്ടികളാണ് നമ്മളെങ്കിലും സ്വത്ത് ലഭിക്കുന്നത് ശിവബാബയിൽ നിന്നാണ്. സ്വർഗക്ക രചയിത ഹി വോഹി. ശിവബാബയാണ് സ്വർഗത്തിന്റെ രചയിതാവ്. ജീവാത്മാവോ കി പരമാത്മാ കെ സാത്ത് സഗായി ഹോതി ഹൈ. ജീവാത്മാക്കളുടെ പരമാത്മാവുമായിട്ടുള്ള എൻഗേജ്മെന്റ് നടക്കാണ് അല്ലേ. അപ്പൊ ബാബ പറയാണ് അല്ലെ, വിവാഹം ജീവാത്മാക്കൾക്ക് പരമാത്മാവിന്റെ കൂടെയാണ്. വർഷ പായാത ഫിർസെ ആത്തെ ഹി അല്ലെ. ബാബയുമായിട്ടുള്ള നമ്മുടെ എന്താണ് നമ്മളെ ബാബയുമായിട്ട് കൂട്ടി യോജിപ്പിച്ചു അല്ലെ. പിന്നെ നമ്മൾ ബാബയുടെ അടുത്ത് സ്വത്ത് നേടുകയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ബാബയിൽ നിന്ന് സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. തും ജാനത്തെ ഹോ ഹമാര കൽപ്പ് 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 കെ സംഗം യുഗ് का यही धंधा है और कोई भी आत्माओं की പരമാത്മാ സെ സഗായി നഹി കരാത്തെ. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾക്കറിയാം കൽപ്പകൽപ്പം കൽപ്പത്തിന്റെ സംഗമ യുഗത്തില് നമ്മുടെ ബിസിനസ് ഇതാണ്. എന്താണ്? എല്ലാ ജീവാത്മാക്കളെയും പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കും, പരമാത്മാ സ്നേഹ ബന്ധത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ജോലി. നമ്മള് എന്താണ്? ജീവാത്മാ പരമാത്മാ രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കുന്ന അല്ലെ ആ കർത്തവ്യമാണ് നമ്മൾ ചെയ്യുന്നത്. ബാബ പറയുന്ന ലോകത്തിൽ വേറെ ഒരു ആത്മാക്കളും നമ്മളെ പോലെ പരമാത്മാവുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്നില്ല അല്ലെ. അങ്ങനെയുള്ള വിവാഹം കഴിപ്പിക്കുന്നില്ല. സഗായി ബി ഉൻസെ കരാത്തെ ജോ വിശുക്ക മാലിക് ബനാത്തെ അല്ലെ. ബാബ വന്നിട്ട് നമ്മളെ അല്ലെ അങ്ങനെയുള്ള ഒരു വിവാഹ ബന്ധമാണ് നമുക്ക് നൽകുന്നത്. എന്നുവെച്ചാൽ എന്താണ്? നമ്മളെ വിശ്വത്തിന്റെ അധികാരിയാക്കുന്ന ആളുടെ അടുക്കലാണ് നമുക്ക് ബന്ധം ഉണ്ടാകുന്നത്. ബാബ വന്ന കുട്ടികളെ വിശ്വത്തിന്റെ അധികാരികളാക്കി മാറ്റുക, ചക്രവർത്തി പദവി നമുക്ക് നൽകുക. അങ്ങനെയുള്ള ബാബയുടെ കൂടെയാണ് നമ്മുടെ വിവാഹ ബന്ധം ഉണ്ടാകുന്നത്. ഊഞ്ചത്തെ ഊഞ്ച് റൂഹാനി സഗായി. അതുകൊണ്ട് ഇത് എന്താണ്? ഇത് ഉയർന്നതിലും ഉയർന്ന ആത്മീയ എൻഗേജ്മെന്റ്, ഉയർന്നതിലും ഉയർന്ന ആത്മീയ വിവാഹം. റൂഹാനി സഗായി കർണ കൽപ്പ കൽപ്പ ബാപ് സെ ഹി സീഖ്തേ ഹൈ. ഈ ആത്മീയ വിവാഹം എന്നുള്ളത് കൽപ്പകൽപ്പം നമ്മൾ പഠിക്കുന്നത് ആരുടെ അടുക്കുന്ന? ബാബയുടെ അടുക്കുന്ന. അനേക ആത്മാക്കളെ പരമാത്മാവുമായിട്ട് നമ്മള് അല്ലെ ആ സ്നേഹബന്ധം ഉണ്ടാക്കിപ്പിക്കുകയാണ്, വിവാഹബന്ധം ഉണ്ടാക്കി. ഇത് ബാബയുടെ അടുക്കുന്ന നമ്മൾ പഠിക്കുന്നത്. കൽപ്പകൽപ്പ ഏസാ ഹോത്താ ഹൈ. ഓരോ കൽപ്പത്തിലും നമ്മൾ എന്ത് ചെയ്യും? ഓരോ കൽപ്പത്തിലും നമ്മൾ ദലാളാവും. അനേക ആത്മാക്കളെ പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കാൻ, ആ ആഴത്തിലുള്ള സ്നേഹബന്ധം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് നിമിത്തമാകാൻ കഴിയും. കൽപ്പകൽപ്പം മനുഷ്യസെ ദേവത ജരൂർ ബൻതേ ഹി. കൽപ്പകൽപ്പം മനുഷ്യനിൽ നിന്ന് നമ്മൾ ദേവതയായിട്ട് മാറുന്നുണ്ട്. ദേവത ഫിർസെ
മനുഷ്യ ബന്ധേ അല്ലേ? നമ്മള് കൽപ്പകൽപ്പം മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നുണ്ട്, പിന്നെ ദേവതയിൽ നിന്ന് മനുഷ്യനായിട്ട് മാറുന്നുണ്ട്. മനുഷ്യത്വം മനുഷ്യ ബാബ പറയണ മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യര് മാത്രമാണ്. പരന്തു ക്യോ ലിഖാ ഹൈ മനുഷ്യ സേ ദേവത കിയേ കർത്തന ലഗി ബാർ അല്ലെ? എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുനാനാക്കിന്റെ ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യനെ ദേവനാക്കി മാറ്റി യാതൊരു യുദ്ധവും ഇല്ലാതെ. ക്യോക്കി ദേവതാ ധർമ്മ സ്ഥാപൻ കർത്തേ ഹൈ, കാരണം ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. തും ഭി ജാൻതേ ഹോ ഈ സഗായി സെ ഹം മനുഷ്യ സെ ദേവത ബൻ രഹി. ഇവിടെ കുട്ടികൾക്ക് അറിയാം, നമ്മൾ മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നത് ഏതിലൂടെയാണ്? ഈ വിവാഹ ബന്ധത്തിലൂടെയാണ്. ജീവാത്മാ പരമാത്മാ അല്ലെ? ആ സ്നേഹബന്ധത്തിലൂടെയാണ് നമ്മൾ മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറുന്നത്. സബ് കഹത്തെ ഹൈ ക്രൈസ്റ്റ് സെ 3000 വർഷ പേലെ ഭാരത് ഹെവൻ താ. എല്ലാവരും പറയുന്നത് എന്താണ്? ക്രിസ്തുവിന് 3000 വർഷം മുമ്പ് ഈ ഭാരതം സ്വർഗമായിരുന്നു. പരന്തു ബുദ്ധിമേ നഹി ആത്താ ഹൈ, പക്ഷെ ആരുടെയും ബുദ്ധിയിൽ ഇത് വരുന്നില്ല. ഭാരത് പെലെ സ്വർഗത അബിബി കിത്തനെ മന്ദിർ ബനാത്തെ ഹൈ. ഭാരതം ആദ്യം സ്വർഗമായിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ന് എന്തുമാത്രം ക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് സ്വർണ്ണ കൊട്ടാരങ്ങളിൽ ദേവതകൾ ജീവിച്ചിരുന്നു അല്ലെ? ആ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോ എന്ത് ചെയ്യണം? അനേക ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കും. പരന്തു സബ്ക്യു ഉത്തർത്തിക, ഭക്തിയില് ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പക്ഷെ എന്താണ്? എല്ലാവരും ഇറങ്ങുന്ന കലയിലായിരുന്നു. ഹമാരി ഹേ ചടത്തി കല, നമ്മുടേതാണ് കയറുന്ന കല. ചടത്തി കല ഏക് സെക്കൻഡ് ലഗ്താ ഹൈ, കയറുന്ന കലയുടെ സമയമാണിത് അല്ലെ? നമുക്ക് കയറി പോകാൻ സെക്കൻഡുകൾ മതി, 1 സെക്കൻഡ് മതി അല്ലെ? ജീവൻ മുക്തിയിലേക്ക് എത്താൻ 1 സെക്കൻഡ്. അച്ഛാ मीठे मीठे सिक्की लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. कभी भी किसी भी बात में मूंझकर നിശ്ചയമേ ഊപ്പർ നീച്ചെ നഹി ഹോനായി. ഒരു കാര്യത്തിലും ചിന്താക്കുഴപ്പത്തിലേക്ക് വന്നു ബാബയോടുള്ള നിശ്ചയത്തിൽ നമ്മുടെ സ്ഥിതി മേലും താഴെയാകരുത്. അപ്പൊ ഒരു കാര്യങ്ങളുടെയും ചിന്താക്കുഴപ്പത്തിലേക്ക് വരുമ്പോഴെന്താ സംഭവിക്കുക? ചിന്താക്കുഴപ്പത്തിലേക്ക് വന്നാൽ ബാബയോടുള്ള നമ്മുടെ നിശ്ചയത്തില് നമുക്ക് ഉലച്ചിലുണ്ടാവും, മേലും താഴെയും അല്ലേ? ആ നിശ്ചയത്തില് നമുക്ക് എന്തെങ്കിലും എന്താണ് സംശയങ്ങളൊക്കെ വരും. അതുകൊണ്ട് ബാബ പറഞ്ഞു, ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മള് കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെ ബാബയോടുള്ള നമ്മുടെ നിശ്ചയത്തിൽ ഏറ്റക്കുറച്ചിൽ വരാൻ പാടില്ല. ഗർഭാർ സമ്പാദത്തെ കർമ്മയോഗി ഹോക്കർ രഹന, വീടും കുടുംബം സംരക്ഷിക്കുമ്പോഴും കർമ്മയോഗികളായിട്ടിരിക്കണം. വിജയമാലമേ നദി കാനേക്കെലിയെ പവിത്ര ജരൂർ ബന്നെ, വിജയമാലയിലെ മുത്തുകളായിട്ട് കോർക്കപ്പെടണമെങ്കിൽ തീർച്ചയായും പവിത്രമാകണം, എങ്കിലേ വിജയമാലയിലെ മുത്തായി കോർക്കപ്പെടാൻ സാധിക്കും. സെക്കൻഡ് പോയിന്റ്, ബുദ്ധിവാൻ ബന്നെ കെ ലിയെ ജ്ഞാന കാ വിചാർ സാഗർ മന്ഥൻ കർമ്മ. ബുദ്ധിവാനാകുന്നതിന് വേണ്ടി ജ്ഞാനത്തിന്റെ വിചാരസാഗര മഥനം ചെയ്യണം. സദാ ഖിദ്മത്ത് തത്പർ രഹന ഹൈ, സദാ ബാബയ്ക്ക് സഹയോഗം നൽകുന്നതിൽ, ബാബയുടെ സേവ ചെയ്യുന്നതിൽ തൽപരരായിരിക്കും. ആപ് സമാൻ ബനാനയ്ക്ക് സേവ കർണി, മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റുവാനുള്ള സേവനം ചെയ്യണം. വരദാനം, ബാബ ശക്തി की स्मृति से हद के मेरापन को अर्पण करने वाले बेहद के वैरागी भव. ബാബ എന്നുള്ള ശബ്ദത്തിന്റെ സ്മൃതിയിലൂടെ പരിധിയുള്ള എന്റേതിനോടുള്ള അല്ലെ പരിധിയുള്ള എന്റേതെല്ലാം അർപ്പണം ചെയ്യുന്ന പരിധികളില്ലാത്ത വൈരാഗിയായി ഭവിക്കും. ബാബ എന്നുള്ള ആ വാക്കിന്റെ സ്മൃതിയിലൂടെ പരിധിയുള്ള എന്റേതിനെ എല്ലാം അർപ്പണം ചെയ്യുന്ന, ബാബയിൽ അർപ്പണം ചെയ്യുന്ന പരിധിയില്ലാത്ത വൈരാഗിയായി ഭവിക്കും.
कई बच्चे ये कहते हैं मेरा ये गुण है, मेरी ये शक्ति है, ये भी करती है, परमात्मा देन तो मेरा मानना ये महापाप है. ചില കുട്ടികൾ പറയും എന്റെ ഗുണമാണിത്, എന്റെ ശക്തിയാണിത്, എന്റെ തെറ്റാണിത്. അപ്പൊ എന്റെ ഗുണമാണിത്, എന്റെ ശക്തിയാണ് എന്നാണോ നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മൾ എങ്ങനെ ചിന്തിക്കണ്ടേ? ബാബ നൽകിയതാണ്. എന്റെ ഗുണം, എന്റെ വിശേഷത, എന്റെ ശക്തിയല്ല, ഇത് പരമാത്മാവ് നൽകിയിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ എന്ത് വേണ്ടത്? പരമാത്മാവ് നൽകിയതാണ്. അപ്പൊ പരമാത്മാവ് നൽകിയതിനെ എന്റേതെന്ന് വിചാരിച്ചാൽ അത് മഹാപാപമാണ് അല്ലെ? പരമാത്മാവ് നൽകിയതെല്ലാം എന്റെയാണ് നമ്മൾ വിചാരിക്കുമ്പോ അത് മഹാപാപമാണ്. കൈ ബच्चे സാധാരണ ഭാഷ में बोल देते हैं मेरे इस गुण को मेरी बुद्धि को यूज नहीं किया जाता അല്ലെ? പല കുട്ടികളും സാധാരണ ഭാഷയിൽ പറയാറുണ്ട് എന്റെ ഗുണങ്ങളെ, എന്റെ ബുദ്ധിയെ, എന്റെ ബുദ്ധിശക്തിയെ ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് കുട്ടികൾ പറയും. ലേക്കിൻ മേരാ കന മനം മേലാ ഹോന. അപ്പൊ എന്റെ ഈ ഗുണങ്ങൾ, എന്റെ വിശേഷതകൾ, എന്റെ ബുദ്ധി, വൈഭവം എന്നൊക്കെ പറയുമ്പോ എന്റെ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വാർത്ഥതയുടെ അഴുക്കുകൾ കലർന്നു. എന്റെ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? അഴുക്ക് പിടിച്ചു. എന്റെ ഈ ഗുണത്തിനെ ഉപയോഗിച്ചില്ല, എന്റെ ശക്തി, എന്റെ കഴിവിനെ, എന്റെ ബുദ്ധി വൈഭവത്തെ ഒന്നും ബാബയുടെ കാര്യത്തെ പ്രയോജനപ്പെടുത്തിയില്ല ഇവര് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ എന്റെ എന്നുള്ളതില് അപ്പൊ അത്രയും സ്വാർത്ഥ ചിന്തകൾ വന്നില്ലേ? അപ്പൊ അത് അഴുക്കായി. ഇതും ഒരു വഞ്ചനയാണ്, ചതിയാണ്. इसलिए हर हद को मेरापन को अर्पण कर सदा ബാബ ശബ്ദ യാദ് രഹേ. അതുകൊണ്ട് പരിധിയുള്ള എന്റെ എന്നുള്ള വാക്ക് അർപ്പണം ചെയ്ത്, പരിധിയുള്ള എന്റെ എന്നുള്ള വാക്കിനെ അർപ്പണം ചെയ്ത് സദാ ബാബ എന്നുള്ള വാക്ക് ഓർമ്മയിൽ വെക്കണം. അപ്പൊ പരിധിയുള്ള എന്റേതിനെ അർപ്പണം ചെയ്ത് സദാ ബാബ എന്നുള്ള ശബ്ദം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പറയാം പരിധികളില്ലാത്ത വൈരാഗി ആത്മ. അപ്പൊ എന്റെ ബാബയാണ്, ബാക്കിയെല്ലാം ബാബയുടേതാണ്. स्लोगन अपनी सेवा को बाप के आगे अर्पण कर दो तो सेवा का फल बल प्राप्त होता रहे. സ്ലോഗനാണ് തന്റെ സേവനം ബാബയുടെ മുന്നിൽ അർപ്പണം ചെയ്യും. തന്റെ സേവനം ബാബയുടെ മുന്നിൽ അർപ്പണം ചെയ്യും. അപ്പോൾ സേവനത്തിന്റെ ഫലവും ബലവും പ്രാപ്തമായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സേവനത്തെ ബാബയുടെ മുന്നിൽ അർപ്പണം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സേവനത്തിന്റെ ഫലവും ബലവും പ്രാപ്തമായിക്കൊണ്ടിരിക്കും. അടുത്ത ഞായറാഴ്ച നമ്മൾ ബട്ടി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു പ്രോജക്റ്റ് ആണ് കൽപ്പതരു എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. ആ കൽപ്പതരുവിന്റെ പ്രോജക്റ്റിന്റെ ഇനോഗ്രേഷൻ ആണ്. കഴിഞ്ഞ ഞായറാഴ്ചയും ബട്ടിയായിരുന്നു. അപ്പൊ ഈ ഞായറാഴ്ച നമ്മൾ ബട്ടി വെച്ചു. കാരണം നമ്മൾ അതിലൊരു ലോഞ്ചിങ് ഫംഗ്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട്. വീണ്ടും വേറൊരു VIP കൂടി വിളിക്കുന്നുണ്ട്. 2-3 പേരുണ്ടായിരിക്കും. അപ്പോ കൽപ്പതരുവിന്റെ ഒരു ഇനോഗ്രേഷൻ സെക്ഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് ശരിക്കും ജൂൺ 5 മുതൽ ജൂൺ 25 വരെ നീണ്ടു നിൽക്കുന്ന 75 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോ അതായത് ചെടി നടുക മാത്രമല്ല അല്ലെ, ഒരു ചെടി നടു കൂടെ ഒരു ഗുണം നടും. ഒരു ഗുണം, ഒരു വിശേഷത നമ്മുടെ ഉള്ളിൽ നടുക, ചെടി നമ്മൾ പുറമെ നടുക. അപ്പോ എങ്ങനെ ആ ചെടി വളരുമ്പോൾ ഒപ്പം തന്നെ ഈ ഗുണം വളരണം. അപ്പൊ ചെടി നടുക മാത്രമല്ല, ചെടിയെ നട്ട് പരിപാലിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ്. കാരണം ഇന്ന് എല്ലാം മനുഷ്യന്റെ മരങ്ങളും മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വൃക്ഷത്തൈകള് നടുന്ന ഒരു സേവനം. അപ്പൊ അത് നമ്മള് നമ്മുടെ വീടുകളിലും മറ്റുള്ളവരുടെ വീടുകളിലും ഒക്കെ നമ്മൾ നടണം ചെടി. ആ സേവ അപ്പൊ അതിന്റെ ലോഞ്ചിങ് പ്രോഗ്രാം ആണ്. എല്ലായിടത്തും അതിന്റെ ലോഞ്ചിങ് പ്രോഗ്രാം ഉണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ചെയ്യുന്നൊരു സേവന പ്രോജക്റ്റ് ആണ്.
അപ്പൊ അത് ജൂൺ 5-ന് നമ്മൾ ആരംഭിക്കാം. ചെടികളൊക്കെ അന്വേഷിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വളരെ കുറച്ചേ കിട്ടാനുള്ളൂ. കിട്ടാനില്ല, കൃഷി വകുപ്പിൽ ഇല്ല. അതൊക്കെ പോയി അന്വേഷിച്ചു. ഓം ശാന്തി.